Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ സി പ്രോഗ്രാം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് സി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫയൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് വാട്ട് വി സേ ക്രിയേറ്റ് എ ന്യൂ ഫയൽ, അതുപോലെ തന്നെ ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഫയൽ, അതുപോലെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാം നമുക്ക്, അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ലൊക്കേഷനിലുള്ള ഫയൽ നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫയൽ ക്ലോസ് ചെയ്യുക. ഇതൊക്കെ ബേസിക് ഫയൽ ഓപ്പറേഷൻസ് ആണ് സി ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുൻപ് സിക്കകത്തുള്ള ടൈപ്സ് ഓഫ് ഫയൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ഫയൽ ആവാം അല്ലെങ്കിൽ ബൈനറി ഫയൽ ആവാം. ഈ രണ്ട് ടൈപ്പ് ഓഫ് ഫയൽസിലാണ് നമ്മൾ സിയിലെ ഫയൽ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ടെക്സ്റ്റ് ഫയൽസ് എന്ന് പറയുമ്പോൾ ഒരു ഫോം ഓഫ് ആസ്കി ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ ഫയലിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്. സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ഫയൽസ് യൂസ് ചെയ്യുക. ഏത് ടെക്സ്റ്റ് എഡിറ്ററിലും നമുക്ക് ഈ ടെക്സ്റ്റ് ഫയൽസ് റീഡ് ചെയ്യേ റൈറ്റ് ചെയ്യേ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടെക്സ്റ്റ് ഫയൽസിന്റെ എക്സ്റ്റൻഷൻ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അറിയുന്നത് തന്നെയാണ്, എന്നിരുന്നാലും പറയാണ്, .txt ഫോർമാറ്റ് ആയിരിക്കും. സോഴ്സ് കോഡ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ഫയൽസ് എല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബൈനറി ഫയൽസ് ആണ്. എക്സ്റ്റൻഷൻ .bin. ബൈനറി ഫോമിലായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ബൈനറി ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീറോസും അതുപോലെ തന്നെ വൺസും ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിന് പകരം ആസ്കി ക്യാരക്ടേഴ്സിന് പകരം. ഓക്കെ, ഒരു പ്രോഗ്രാമിൽ നിന്ന് മാത്രമാണ് നമുക്ക് ബൈനറി ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം ബൈനറിയിൽ ഒരു ഫയലിനകത്ത് ഡേറ്റ എഴുതുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. കമ്പാരിറ്റീവ്ലി റീഡബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ബൈനറി ഫയൽസ് എന്ന് പറയുന്നത് കൂടുതൽ സെക്യൂർ ആയിരിക്കും. ഓക്കെ, ഫയൽ ഹാൻഡ്ലിംഗ് പഠിക്കുമ്പോൾ സിക്കകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഫയൽ പോയിന്റർ എന്ന് പറയുന്നത്. ഫയൽ പോയിന്ററിനെ നമുക്ക് സിയിലെ ഫയൽ ഹാൻഡ്ലിംഗിലെ ഒരു കോമ്പണന്റ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഈ ഫയൽ പോയിന്റർ ഇറ്റ് ഈസ് എ റെഫറൻസ് ടു എ പെർട്ടിക്കുലർ പൊസിഷൻ ഇൻ ദ ഓപ്പൺഡ് ഫയൽ. തുറന്നിട്ടുള്ള ഫയലിലെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലോട്ടുള്ള റെഫറൻസിനെയാണ് നമ്മൾ ഫയൽ പോയിന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫയൽ ഹാൻഡ്ലിംഗ് എല്ലാം അതിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഈ ഫയൽ പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് ആണ് എങ്ങനെയാണ് ഒരു ഫയൽ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഒരു സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫയൽ സ്റ്റാർ പോയിന്റർ നെയിം. ഇവിടെ നമ്മൾ ഫയൽ എന്ന് പറയുന്ന ഒരു മാക്രോ യൂസ് ചെയ്തിരിക്കുകയാണ്. ആ മാക്രോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫയൽ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഫയൽ മാക്രോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻസൈഡ് stdio.h. ഈ ഹെഡർ ഫയലിൽ തന്നെയായിരിക്കും ഫയൽ മാക്രോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. സിക്കകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫയൽ ഓപ്പറേഷൻസിലും നമ്മൾ ഫയൽ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫയൽ സ്റ്റാർ ഫയൽ പോയിന്റർ. ഇന്ന് ഞാൻ കൊടുക്കുന്ന പേര് FP ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ഫയൽ ഓപ്പറേഷൻ ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. fopen എന്ന് പറയുന്നത് ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. fclose എന്ന് പറയുന്നത് ടു ക്ലോസ് എ ഫയൽ. ഓക്കെ, fgets എന്ന് പറയുന്നത് ടു റീഡ് എ ഫയൽ. ആൻഡ് ഫൈനലി വാട്ട് ഈസ് ഇറ്റ്, fprintf എന്ന് പറയുന്നത് ടു റൈറ്റ് ഇൻ ടു എ ഫയൽ. ഓക്കെ, ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓപ്പൺ എ ഫയൽ ഇൻ സിക്കകത്ത് എങ്ങനെയാണ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഫയൽ സ്റ്റാർ fopen എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതേ ഉള്ളൂ, ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റാർ ഫയൽ നെയിം കൊടുക്കുന്നു, സ്റ്റാർ ആക്സസ് മോഡ് കൊടുക്കുന്നു. ഓക്കെ, ഈ ഫയൽ നെയിം എന്ന് പറയുമ്പോൾ കറണ്ട് ഡയറക്ടറിക്ക് അകത്തുള്ള ഫയലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ നെയിം ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന്റെ ഫുൾ പാത്ത് ഇവിടെ നമ്മൾ കൊടുക്കണം. ഓക്കെ, ആക്സസ് മോഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ സ്പെസിഫയർ ഫോർ വാട്ട് ഓപ്പറേഷൻ ദ ഫയൽ ഈസ് ബീയിങ് ഓപ്പൺഡ്. എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് ഈ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആക്സസ് മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പണിംഗ് മോഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പണിംഗ് മോഡ്സ് ഉണ്ട്. RB, W, WB,
എ എ ബി ആർ പ്ലസ് ആർ ബി പ്ലസ് പിന്നെ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ബി പ്ലസ് എ പ്ലസ് എ ബി പ്ലസ്. ഓക്കെ, ഇതിനകത്ത് ഫയല് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയല് ബൈനറി മോഡിൽ ഓപ്പൺ ചെയ്യാം ഫോർ റീഡിങ് പേർപ്പസ് ഓൺലി കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആർ ബി യൂസ് ചെയ്യുന്നത്. റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഡബ്ല്യു. ബൈനറി മോഡിൽ റൈറ്റ് ചെയ്യാനാണെങ്കിൽ ഡബ്ല്യു ബി. ദെൻ ഫയലിനകത്തോട്ട് എന്തെങ്കിലും കണ്ടൻസ് അപ്പൻഡ് ചെയ്യാനാണെങ്കിൽ എ. അപ്പൻഡ് ഇൻ ബൈനറി മോഡാണെങ്കിൽ എ ബി. ഓക്കെ, റീഡിങ്ങിനും റൈറ്റിങ്ങിനും കൂടിയിട്ടാണെങ്കിൽ ആർ പ്ലസ് എന്ന് കൊടുക്കും. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ബൈനറി മോഡാണെങ്കിൽ ആർ ബി പ്ലസ് കൊടുക്കും. ദെൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് അതിന് വേണ്ടിയിട്ടാണ് ഡബ്ല്യു പ്ലസ് യൂസ് ചെയ്യുന്നത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ബൈനറി മോഡാണ് ഡബ്ല്യു ബി പ്ലസ് യൂസ് ചെയ്യുന്നത്. ദെൻ എ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് റീഡിങ്ങിനും അപ്പൻഡിങ്ങിനും വേണ്ടിയിട്ടാണെങ്കിൽ റീഡിങ് ആൻഡ് അപ്പൻഡിങ് ഇൻ ബൈനറി മോഡാണെങ്കിൽ എ ബി പ്ലസ് യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഫയൽ സ്റ്റാർ എഫ് ഓപ്പൺ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കും. സക്സസ്ഫുള്ളി ആണ് ഫയൽ ഓപ്പൺ ആവണത് വെച്ചാൽ എന്ത് ചെയ്യും, ഒരു ഫയൽ പോയിന്റർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻ കേസ് ഓപ്പൺ ആയില്ല എങ്കിൽ ഇറ്റ് റിട്ടേൺസ് നൾ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി റീഡിംഗ് അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ആക്സസ് മോഡ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ അപ്പൻഡോ വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആക്സസ് മോഡ്സ് ആണെങ്കിൽ നമുക്ക് പറയാം, ഇൻ കേസ് നമ്മൾ കൊടുത്ത പേരിൽ ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവും. നമ്മുടെ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ അല്ലെങ്കിൽ പാത്ത് ഏതാണോ അവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഫയൽ നെയിമിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യാം. ഓക്കെ, സോ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എഫ് ഓപ്പൺ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു എ ഫയൽ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് എഫ് പ്രിന്റ് എഫ്, എഫ് പുട്സ്, അതുപോലെ തന്നെ എഫ് പുട്ട് സി, എഫ് പുട്ട് ഡബ്ല്യു, എഫ് റൈറ്റ്, ഇതൊക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് റീഡിങ് ഫ്രം എ ഫയൽ. ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ലൈക്ക് എഫ് സ്കാൻ എഫ്, എഫ് ഗെറ്റ്സ്, എഫ് ഗെറ്റ് സി, എഫ് ഗെറ്റ് ഡബ്ല്യു, എഫ് റീഡ്, ഇതൊക്കെ യൂസ് ചെയ്യാം. ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എഫ് ക്ലോസ് ഓഫ് എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ പോയിന്റർ അത് വിളിച്ചാൽ മതിയാവും. ഓക്കെ, എഫ് ക്ലോസ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഫയൽ പോയിന്റർ മൂവ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എഫ് സീക്ക് ഓഫ്. ഫയൽ പോയിന്റർ പറയാം, ഓഫ്സെറ്റ് എത്രയാന്ന് പറയാം, പൊസിഷൻ എത്രയാന്നുള്ളത് പറയാം. ഓക്കെ, ഫയൽ ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇതിലെ ഓരോ ഫംഗ്ഷനും കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മോക്ക് ടെസ്റ്റിനകത്ത് ഈ ഫയൽസിൽ നിന്നുള്ള ഫയൽ ഹാൻഡ്ലിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് ആൻസർ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ആൻസർ പ്ലീസ് ഡു റെഫർ ദാറ്റ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഫയൽ ഹാൻഡ്ലിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഫർദർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. മോക്ക് ടെസ്റ്റിലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റിലും ആയിരിക്കും. ഓക്കെ, ഇത് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കോൺസെപ്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ട് എന്ന് മാത്രം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.